മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ദൈവം ഇറങ്ങി വസിക്കുന്ന ഒരു നല്ല കുടുംബത്തിന്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. മാതാപിതാക്കളെ അവർ പ്രായമാകുമ്പോൾ മക്കൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല കുടുംബം. ആ കുടുംബത്തിന്റെ കൂട്ടായ്മയും സ്നേഹവും വിശേഷങ്ങളും നമുക്കിന്ന് കണ്ടുമുട്ടാം. ഏറെ പ്രത്യേകത ഉള്ള ഒരു കുടുംബമാണ് ഇന്നത്തേത്. തിരുവനന്തപുരം മലങ്കര കത്തോലിക്ക ഭദ്രാസനത്തിൽപ്പെട്ട അടൂരിനടുത്ത് പുതുശ്ശേരി ഭാഗം സെന്റ് ജോൺസ് മലങ്കര കത്തോലിക്ക ഇടവകയിലെ കൊച്ചുതൊണ്ടിൽ ഫിലിപ്പോസ് ഉണ്ണുണ്ണിച്ചേട്ടൻ്റെ ഭവനം. 107 വയസ്സുള്ള ആ നല്ല പിതാവും ആ പിതാവിൻ്റെ ജീവിത പങ്കാളി ചിന്നമ്മ 11 വർഷം മുമ്പ് മരിച്ചുവെങ്കിലും ഏറെ സന്തോഷത്തോടുകൂടി മക്കൾ നെഞ്ചിലേറ്റി കൊണ്ട് നടക്കുന്ന ആ നല്ല പിതാവ്. അതിനേക്കാൾ പ്രാധാന്യമുള്ള ഒരു കാര്യം, ഈ നല്ല പിതാവിൻ്റെ 6 മക്കളിൽ 3 പേർ ദൈവിക ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഏറ്റവും പ്രധാനമായി കാണുന്നത് മൂവാറ്റുപുഴ മലങ്കര കത്തോലിക്ക ഭദ്രാസനാധിപനായിരിക്കുന്ന ഡോക്ടർ യൂഹാനോൻ തേഡോഷ്യസ്. ആ പിതാവ് ഈ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായി ഈ ഇവിടുത്തെ പിതാവിൻ്റെ മകനാണ്. മറ്റൊരു വൈദികനായിട്ടുള്ള ഒരു മകൻ കൂടിയുണ്ട്, ജോൺസൺ അച്ഛൻ. അച്ഛൻ തിരുവനന്തപുരം അതിരൂപത ഭദ്രാസനത്തിൽ ശുശ്രൂഷ ചെയ്യുന്നു. അതുപോലെ തന്നെ കരുണ സിസ്റ്റർ മകളാണ്. ഈ 3 പേരും ദൈവിക ശുശ്രൂഷ നിർവഹിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം. ഇവരുടെ സ്നേഹത്തിൻ്റെ, കൂട്ടായ്മയുടെ, പങ്കുവയ്ക്കലിൻ്റെ ഒക്കെ നല്ല വിശേഷങ്ങൾ നമുക്ക് നേരിൽ കാണാം. ഇത് കൊച്ചുതുണ്ടിൽ ഫിലിപ്പോസ് ഗീവർഗീസ് ഉണ്ണുണ്ണിയുടെ ഭവനം. പത്തനംതിട്ട ജില്ലയിലെ പുതുശ്ശേരി ഭാഗമാണ് ഇദ്ദേഹത്തിന്റെ ഭവനം സ്ഥിതി ചെയ്യുന്നത്. സെന്റ് ജോൺസ് മലങ്കര സിറിയൻ കാത്തലിക് ചർച്ച് പുതുശ്ശേരി ഭാഗമാണ് ഇവരുടെ ഇടവക ദേവാലയം. ഇതാണ് കൊച്ചുതുണ്ടിൽ ഫിലിപ്പോസ് ഗീവർഗീസ് ഉണ്ണുണ്ണി. ഇടവകയോട് ചേർന്ന് നിന്നുള്ള വിശ്വാസ ജീവിതമാണ് ഇദ്ദേഹത്തിന്റെ കുടുംബം അനുഗ്രഹീതമാക്കുന്നത്. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യുഹാനോൻ മാർ തേഡോഷ്യസ് മൂവാറ്റുപുഴ ഭദ്രാസനത്തിൻ്റെ മേലധ്യക്ഷനാണ്. അതോടൊപ്പം യൂറോപ്പിൻ്റെ അപ്പസ്റ്റോലിക് വിസിറ്റേറ്ററും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ ഭവനത്തിലാണ്. അപ്പൻ്റെ പേര് ഫിലിപ്പോസ് ഉണ്ണുണ്ണി എന്നാണ്. അമ്മയുടെ പേര് ചിന്നമ്മ എന്നാണ്. അമ്മ 73 വയസ്സ് വരെ ജീവിച്ചു.
ഈ ലോകത്തോട് വിട പറഞ്ഞു. അതുപോലെ വത്സല പിതാവ് ഇപ്പോൾ കൃത്യമായ വയസ്സ് കണക്ക് കൂട്ടാൻ പ്രയാസമാണെങ്കിലും 105 മുകളിലുള്ള വയസ്സ് നിശ്ചയമായിട്ടുമുണ്ട്. പല കണക്കുകൾ പലരും പറയുന്നു. പക്ഷേ ഈ നാട്ടില്, ഈ പള്ളിയിലെ, ഈ പ്രദേശത്ത് അദ്ദേഹത്തിൻ്റെ പ്രായത്തിലുള്ള ആരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അത് ദൈവത്തിന് നന്ദി പറയുക. തൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കാനും മുന്നോട്ട് പോകാനും അദ്ദേഹത്തിന് വലിയ പ്രയാസങ്ങളൊന്നുമില്ല. ഇവരുടെ രണ്ടുപേരുടെയും ജീവിതമാണ് ഞങ്ങളുടെയൊക്കെ ദൈവവിളിക്ക് കാരണം. ധാരാളം കാര്യങ്ങൾ മണിക്കൂറുകൾ എടുത്ത് പറയാനുണ്ട്. ഇവരുടെ ആത്മീയ ജീവിതം വളരെ വളരെ പ്രസക്തമാണ്, സാക്ഷ്യത്തിൻ്റെതാണ്. ദിവസം എത്ര നേരം ഇവർ പ്രാർത്ഥിക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനറിയില്ല. അത്രമാത്രം പ്രാർത്ഥനയിലാണ്. വെറുതെ നടക്കുമ്പോഴും ദൈവമേ, കർത്താവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന വത്സല പിതാവിനെയാണ് പ്രത്യേകം ഓർമ്മിക്കുന്നത്. കാരണം രാവ് മുഴുവനും ഉറക്കമളച്ചിരുന്ന് ബൈബിൾ വായിക്കും. ബൈബിൾ ഇപ്പോൾ എത്ര ആവർത്തി വായിച്ചെന്ന് ചോദിച്ചാൽ ഒരു കണക്കുമില്ല. മാത്രമല്ല, വെറും വായനയല്ല, ആ വായന അർത്ഥം മനസ്സിലാക്കിയുള്ള വായനയാണ്. അതിനർത്ഥങ്ങളും ആഴങ്ങളും ഉൾക്കൊണ്ട് പലപ്പോഴും ഞങ്ങളോട് സമ്മതിക്കാറുണ്ട്. ബൈബിളിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ കുടുംബ പ്രാർത്ഥന, അതിനുള്ള പ്രത്യേകമായ മനസ്സ്. പള്ളിയിൽ പോകാനും വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വികാരിച്ചൻ വരണമെന്നുള്ള വലിയ നിർബന്ധം. അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് ഒരുമിച്ച് നിൽക്കണം എന്നുള്ള വലിയ ഒരു നിർബന്ധം. രാവും പകലും ദൈവ വിചാരത്തിൽ കഴിയുന്ന ആ ഒരു ഭവനത്തിൻ്റെ ഫലമാണ് ഇവിടെ 3 ദൈവവിളികൾ ഉണ്ടാകാനും മറ്റ് മക്കളെല്ലാവരും ആ ദൈവത്തിൽ ആശ്രയിച്ച് അവരുടെ ഇടങ്ങളിൽ ജീവിക്കാനും കാരണം. അമ്മ വളരെയധികം ഭക്തയായിരുന്നു, ദൈവവിശ്വാസിയായിരുന്നു. ഒരുമാതിരി നന്നായിട്ട് പാട്ടുകൾ പാടി, പഴയ പാട്ടുകൾ പാടി പ്രാർത്ഥിക്കുന്നതിൽ അമ്മയ്ക്ക് വലിയ തൃപ്തിയായിരുന്നു. പക്ഷെ ഇവരുടെ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് വലിയ സപ്പോർട്ടായിരുന്നു. ഈ ഒരു വഴക്കൊക്കെ കൂടുമെങ്കിലും എപ്പോഴും ഒരുമിക്കാൻ ഒരു പ്രയാസം അവർക്കില്ല. രാവന്തിയാകുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും തീരും. വളരെ സാമ്പത്തികമായ വളരെ ഉന്നതിയൊന്നും ഉണ്ടായിരുന്ന കുടുംബമായിരുന്നില്ല ഞങ്ങളുടേത്. വളരെ സാധാരണ കുടുംബം. ആദ്യകാലങ്ങളിൽ പഠിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പ്രയാസങ്ങൾ ഏറെ ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രയാസങ്ങളെയൊക്കെ പിന്നീടുള്ള കാലങ്ങളിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ പദ്ധതിയാൽ തരണം ചെയ്യപ്പെട്ടു. ഇവിടുത്തെ ഒരു ആത്മീയമായ പരിരക്ഷണം, ഇടവകയിലെ അച്ഛന്മാരുടെ പ്രത്യേകമായ ശ്രദ്ധ, ഇതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയ നിയോഗങ്ങൾ എന്ന് പറയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഇന്ന് സഭയിൽ പ്രത്യേക ശുശ്രൂഷയ്ക്ക് നിയോഗം കിട്ടിയെങ്കിൽ അതിൻ്റെ അർത്ഥം അതാണ്. ദൈവം കാണിച്ച വഴിയിലൂടെ ഞങ്ങൾ നടക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്, ഞങ്ങൾക്ക് സഹായമായത് ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും കുടുംബാംഗങ്ങളും ബന്ധുമിത്രാദികളും ആണെന്ന് പറയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ദൈവിക ആനന്ദം സ്വീകരിച്ച് അത് കുടുംബത്തിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയാണ് ഈ അപ്പൻ. എൻ്റെ പേര് രാജു. ഞാൻ ഈ കൊച്ചുതുണ്ടൂർ കുടുംബത്തിലെ മൂത്ത മകനാണ്. എൻ്റെ ഭാര്യ ത്രേസ്യാമ്മ. എനിക്ക് 2 മക്കളാണുള്ളത്, ഒരു മകനും ഒരു മകളും. മകൻ ജിനുവിൻ്റെ ഭാര്യ റിനിമോൾ, ദിവീനാമോൾ. പിന്നെ മകളും 2 മക്കളാണുള്ളത്. അവർ വിദേശത്ത് പഠിക്കുന്നു. അവർ ജോലി ചെയ്യുന്നത് ഒമാനിലാണ്. പിന്നെ എൻ്റെ മാതാപിതാക്കളെ കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോൾ അവർ വളരെയധികം കഷ്ടപ്പാടിൽ കൂടെ എന്നെ വളർത്തിയതാണ്. ഞാൻ മൂത്ത മകൻ എന്നുള്ള ഒരു പ്രത്യേക പരിഗണന എനിക്കുണ്ടായിരുന്നു. ആ പരിഗണന ഞാൻ എൻ്റെ മാതാപിതാക്കൾ കൃത്യമായിട്ടും ഞാനും അതുപോലെ പ്രവർത്തിച്ചിട്ടുണ്ട്. എങ്ങനെ എൻ്റെ മാതാപിതാക്കൾ എനിക്ക് തന്നു, അതിൽ ഉപരിയായി ഞാൻ അവരെ സ്നേഹിച്ചു. അവർക്ക് അതിൻ്റെതായ സ്നേഹവും ബഹുമാനവും ആദരവും എപ്പോഴും ഉണ്ട്. ഞാനതിൽ സന്തോഷവാനാണ്. ഞങ്ങളുടെ കുടുംബം അങ്ങനെ പ്രാർത്ഥനയിലും വളരെ ഒരു സമാധാനത്തിലും സന്തോഷത്തിലും ഞങ്ങൾ കഴിയുന്നു. എൻ്റെ പേര് ത്രേസ്യാമ്മ രാജു. ഞാൻ ഈ കുടുംബത്തിലെ മൂത്ത മരുമകളാണ്. ഞാൻ വന്നിട്ട് 46 വർഷമായി. മാതാപിതാക്കളോടുകൂടി സ്നേഹമായി ജീവിക്കുന്ന. അച്ഛൻ വിദേശത്തായിരുന്നു. പിന്നീടാണ് ഞങ്ങൾ വേറെ മാറി താമസമായത്. എന്നാലും അപ്പച്ചനും അമ്മയും പ്രത്യേകം ഞങ്ങൾ ശ്രദ്ധിക്കുകയും എല്ലാ വിവരങ്ങളും അറിയുകയും ചെയ്യും. ദൈവത്തിന് സ്തുതി.
എൻ്റെ പേര് സിസ്റ്റർ കരുണ. ഞാനൊരു ബഥനി സിസ്റ്ററാണ്. കൊച്ചുതുണ്ടിൽ ഭവനത്തിലെ രണ്ടാമത്തെ മകളാണ് ഞാൻ. ഈ ശ്രേഷ്ഠമായ സന്യാസ ജീവിതത്തിലേക്കുള്ള വിളിക്ക് കാരണമായത് എൻ്റെ മാതാപിതാക്കളാണ്. എൻ്റെ മാതാവിൻ്റെ ജീവിതാനുഭവം സാക്ഷ്യം എനിക്ക് വളരെ വലുതാണ്. അമ്മ എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടാണ്. എന്നെ പഠിപ്പിക്കുകയല്ലായിരുന്നു. അമ്മ വാദ്യം പാടിയ പാട്ടുകളും അമ്മ വായിച്ച ബൈബിൾ ഭാഗങ്ങളും ഒരു 4 വയസ്സ് മുതലുള്ളത് എൻ്റെ ഹൃദയത്തിൽ ഇന്നും അതെനിക്ക് കാണാപ്പാടമാണ്. പിന്നെ എൻ്റെ അപ്പച്ചൻ്റെ കാര്യം പറഞ്ഞാൽ കാർക്കശ്യവും സത്യവും നീതിയും നിഷ്ഠയും അതിലുപരി ദാനധർമ്മത്തിലും എന്നെ പഠിപ്പിച്ചത് അച്ചാച്ചനാണ്. അച്ചാച്ചൻ്റെ എൻ്റെ കുഞ്ഞിലേ തൊട്ടുള്ള പ്രാർത്ഥന, രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും കൈ പിടിച്ചുകൊണ്ടുള്ള അച്ചാച്ചൻ്റെ പ്രാർത്ഥന എന്നെ ഒത്തിരി സ്പർശിച്ചിട്ടുണ്ട്. എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ഭവനത്തിൽ എനിക്ക് ജനിക്കാൻ പറ്റിയതും അതിലുപരി എൻ്റെ അച്ചാച്ചൻ്റെയും അമ്മയുടെയും പ്രാർത്ഥനയുടെയും അവരുടെ ജീവിത മാതൃകയും കാരണമാണ് ഞാൻ സന്യാസത്തിലേക്ക് പ്രവേശിച്ചത്. എൻ്റെ പേര് വിൽസൺ. അച്ചാച്ചൻ്റെ 4ാമത്തെ മകനാണ് ഞാൻ സൗദിയിലായിരുന്നു ജോലി. അച്ചാച്ചന് എല്ലാ സമയങ്ങളും പ്രാർത്ഥനയും കാര്യങ്ങളും രാത്രിയിലും പകലും അത് നമുക്കൊരു വലിയ ഗുണമായിട്ട് തീർന്നിരിക്കുന്നു. പിന്നെ പള്ളി കുർബാന എല്ലാ ഞായറാഴ്ചകളും പോയി കൊള്ളണമെന്ന് പറയും. അത് നമുക്ക് കഴിവുള്ളിടത്തോളം പോയി കൊണ്ടുപോകുന്നുണ്ട്. അമ്മയുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അമ്മയുടെ അസുഖ സമയങ്ങളിൽ നമുക്കിവിടെ നിൽക്കാൻ പറ്റിയില്ല. അത് മറ്റുള്ളവരെ ഏൽപ്പിച്ച് ചെയ്തു. അതേ ഉള്ളൂ. എനിക്ക് ആ ഒരു ശുശ്രൂഷ ചെയ്യാൻ പറ്റിയിട്ടില്ല. അച്ചാതിനെ ആ ശുശ്രൂഷ ചെയ്യാൻ പറ്റി. എൻ്റെ പേര് സുബി. ഞാൻ 24 വർഷമായി ഇവിടെ വന്നിട്ട് ഈ മാതാപിതാക്കളുടെ കൂടെയാണ് ഞാനിവിടെ താമസിക്കുന്നത്. അവരുടെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണ് ഞങ്ങളിങ്ങനെ കഴിഞ്ഞു പോകുന്നത്. മക്കളും മരുമക്കളും എല്ലാം ഒരുപോലെയുള്ള അപ്പച്ചന്. മരുമക്കളെന്ന് പറഞ്ഞാൽ അവർക്ക് വേറുവീർത്തിയില്ല, എല്ലാവരും ഒരുപോലെ. പിന്നെ എവിടോട്ടേലും പോയി കഴിഞ്ഞാൽ അങ്ങ് വിഷമം, ഞാൻ വരുന്നവരെ അങ്ങ് ഒരു സന്തോഷമില്ല. വന്നു കഴിയുമ്പോൾ നല്ല സന്തോഷമാണ്, ഒരനുഗ്രഹമാണ്. ഞാൻ ഈ വീട്ടിൽ വന്ന ഞാൻ ഇങ്ങനൊരു ഭാഗ്യം എനിക്ക് കിട്ടിയത് വലിയൊരു ദൈവത്തിൻ്റെ ഒരു കരുണയാണ്. എൻ്റെ പേര് വത്സമ്മ ജോസ്. ഞാൻ ഈ അപ്പച്ചൻ്റെ 5ാമത്തെ മകളാണ്. എന്നെ കെട്ടിച്ചത് പുത്തൂര്. എൻ്റെ ഭർത്താവിൻ്റെ പേര് ജോസ് സാമുവൽ. എൻ്റെ മക്കൾ 3 പേര്. ഒരാൾ ജോലി ചെയ്യുന്നു, 2 പേര് പഠിക്കുന്നു. എൻ്റെ അപ്പച്ചൻ ഞങ്ങളെ ദൈവഭയത്തിലാണ് വളർത്തിയിരുന്നത്. എപ്പോഴും അനുസരണത്തിൻ്റെ കാര്യം ഞങ്ങളോട് പറയുമായിരുന്നു. എപ്പോഴും എന്നോട് പോകുമ്പോഴും വരുമ്പോഴും ഒരു വാക്കാണ് പറയുന്നത്: മക്കളെ പ്രാർത്ഥിക്കണം, എപ്പോഴും പ്രാർത്ഥിക്കണം. വെറുതെ പ്രാർത്ഥിച്ചാൽ പോരാ, ചങ്ക് പൊട്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. നിന്റെ പരാതികൾ നീ വേറെ ആരോടും പറയണ്ട, ദൈവത്തോട് മാത്രം പറഞ്ഞാൽ മതി. എപ്പോഴും പ്രാർത്ഥന വേണം. അമ്മയാണെങ്കിൽ ഒരു നിഷ്കളങ്കയായിരുന്നു. അമ്മയ്ക്ക് ഒരു പരാതിയും പരിഭവങ്ങളും ഒന്നുമില്ലായിരുന്നു. എൻ്റെ പേര് ജോസ് സാമുവൽ. ഞാനിവിടെ വന്നിട്ട് ഈ കൊച്ചുകുണ്ടി കുടുംബത്തിൽ വന്ന് കയറിയിട്ട് 27 വർഷമായി. എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ, മാതാപിതാക്കളെ ഇവിടുത്തെ അമ്മച്ചിയെയും അപ്പച്ചനെയും കുറിച്ച് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയധികം സ്നേഹം തരുന്ന ഒരപ്പച്ചനെയും അമ്മച്ചിയും ഞാൻ സത്യം പറഞ്ഞാൽ എങ്ങും കണ്ടിട്ടില്ല. പിന്നെ എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ, ഞങ്ങൾ സന്തോഷമായിട്ട് പോകുന്നു. ഈ കുടുംബമായിട്ട് എപ്പോഴും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പച്ചനെ കാണാൻ ഞാൻ പലപ്പോഴും വരുമ്പോഴൊക്കെ ചില സമയത്ത് രോഗത്തിൻ്റെ ശാരീരിക അസ്വസ്ഥതയിൽ എന്തെങ്കിലുമൊക്കെ, വയ്യ മോനെ, ഇപ്പം എനിക്ക് വർത്തമാനം പറയാൻ വയ്യ എന്ന് പറഞ്ഞ ആവുന്ന സമയങ്ങളിൽ അതിസന്തോഷത്തോടെ ഞങ്ങൾ ഒരുപാട് സമയം ഇരുന്ന് സംസാരിക്കും. വളരെ സന്തോഷമായ ഇതാണ്. പിന്നെ അപ്പച്ചൻ്റെ കൃത്യമായ ഒരു കാര്യം എന്നാണെന്ന് പറഞ്ഞാൽ, പ്രാർത്ഥിക്കണം. മോനെ എപ്പോഴും പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണം. നിൻ്റെ പ്രാർത്ഥന അത്രയും പോരാ, നീ ഇന്ന അധ്യായം വായിച്ചിട്ടുണ്ടോ, നീ എത്ര കണ്ടിന്യൂ ചെയ്തു എന്ന് ഇങ്ങനെ ഓരോന്ന് തന്നെ എനിക്കിങ്ങനെ പറഞ്ഞു തരികയും പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ അധികമായി പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരപ്പച്ചനാണ്. ഞങ്ങൾക്ക് കിട്ടുന്ന സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ചോളം പറഞ്ഞു കഴിഞ്ഞാൽ, ചില മരുമക്കൾക്ക് കിട്ടാത്ത, അല്ലെങ്കിൽ ചില അളിയന്മാർക്ക് കിട്ടാത്ത സ്നേഹവും സന്തോഷമാണ് എനിക്ക് ഈ കുടുംബത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സന്തോഷത്തിലും കൃപയിലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ എന്നും വസിക്കുവാനുള്ള കൃപ തന്ന് ഞങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നിർത്തുന്നു. എൻ്റെ പേര് ഫാദർ ജോൺസൺ കൊച്ചുതുണ്ടിൽ കുടുംബത്തിലെ ഏറ്റവും ഇളയ മകനാണ് ഞാൻ. വൈദികനായിട്ട് 24 വർഷം ആകുന്നു.
തിരുവനന്തപുരം മേജർ അതിരൂപതയിലെ ഞാനിപ്പോൾ പോത്തൻകോട് സെൻറ് തോമസ് ദേവാലയത്തിൻ്റെയും കോലിയക്കോട് സെൻറ് തോമസ് ദേവാലയത്തിൻ്റെയും വികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുകയും അതോടൊപ്പം തന്നെ സെൻറ് തോമസ് സ്കൂളിൻ്റെ ബർസാറായിട്ടും ജോലി ചെയ്യുന്നു. അതുപോലെ തന്നെ പട്ടം സെൻറ് മേരീസിലെ ടീച്ചർ എഡ്യൂക്കേറ്ററായിട്ട് അധ്യാപകരെ വാർത്തെടുക്കുന്ന അധ്യാപകർക്ക് കോച്ചിങ് കൊടുക്കുന്ന DLD വിഭാഗത്തിൻ്റെ ടീച്ചർ എഡ്യൂക്കേറ്ററായിട്ടും ജോലി ചെയ്യുന്നു ഗവൺമെൻറ്റിൽ. കൊച്ചുതുണ്ടിൽ കുടുംബത്തിൽ ജനിച്ചത് വലിയ ഒരു അനുഗ്രഹമായി ഭാഗ്യമായി ഞാൻ കരുതുകയാണ്, കാണുകയാണ്, അനുഭവിക്കുകയാണ്. എങ്ങും കിട്ടാത്ത കുറച്ചേറെ മൂല്യങ്ങൾ എൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചത്. അമ്മ ഈ ലോകം വിട്ടുപോയിട്ട് 11 വർഷം ആവുകയാണ്. പ്രയാസം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും ഒരു മാലാഖയെ പോലെ അമ്മ വരുന്ന അനേകം അനുഭവങ്ങളാണ് എൻ്റെ ജീവിതത്തിലുള്ളത്. അപ്പൻ പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനാണ്. എല്ലാവർക്കും കൊടുക്കുക, ദാനം ചെയ്യുക, ആരുടെയും തിന്മകൾ പറയാതിരിക്കുക. എത്രമാത്രം മറ്റുള്ളവർക്ക് കൊടുക്കുന്നവോ സന്തോഷം അനുഭവിക്കുന്ന ഒരു വേറിട്ട വ്യക്തിത്വം. ഇത്രയും വേദപുസ്തകം വായിച്ച് ആഘോഷമാക്കിയ ഒരു ആളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈ അപ്പൻ ഞങ്ങൾക്ക് കാണപ്പെട്ട വിശുദ്ധനാണ്. അമ്മയും കൊച്ചുതുണ്ടിൽ കുടുംബത്തിലെ മക്കളുടെ സ്നേഹം, പ്രത്യേകിച്ച് സഹോദരങ്ങളുടെ സ്നേഹം, ആ മൂല്യങ്ങൾ ഒരിക്കലും എങ്ങൊന്നും വാങ്ങിക്കാൻ കിട്ടുന്ന ഒന്നായി ഞാൻ കാണുന്നില്ല. ഓരോരുത്തരെ എടുത്തു പറയാൻ ധാരാളമുണ്ട്. അവർ വീടിനെയും സമൂഹത്തെയും പിതാക്കന്മാരെയും വൈദികരെയും സന്യസ്തരെയൊക്കെ സ്നേഹിക്കുന്ന വേറിട്ട പ്രത്യേകമായിട്ടുള്ള തീരുമാനങ്ങളും വഴികളും ഒക്കെ ആരെയും ആകർഷിക്കുന്നതാണ്. പക്ഷേ സെമിനാരി പഠിച്ചതിനേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ മൂല്യങ്ങൾ നൽകിയത് നമ്മുടെ കുടുംബമാണ്. ആ കുടുംബത്തെ സ്നേഹത്തോട് ഓർക്കുന്നു, നന്ദി പറയുന്നു. കൊച്ചുമക്കൾക്ക് എല്ലാമാണ് ഈ അപ്പച്ചനും ഇദ്ദേഹത്തിന്റെ ഭാര്യ ചിന്നമ്മ ഉണ്ണുണ്ണിയും. എൻ്റെ പേര് ജിനു. ഞാൻ കൊച്ചുതുണ്ടിലെ കുടുംബത്തിലെ മൂത്ത മകനായ രാജുവിൻ്റെ മകനാണ്. ഈ കുടുംബത്തിലെ ആദ്യത്തെ കൊച്ചുമകനാണ്. ഞാൻ ജനിച്ച നാൾ തൊട്ട് എൻ്റെ പിതാവ് വിദേശത്തായിരുന്നു. അമ്മയും എൻ്റെ അപ്പച്ചനും എൻ്റെ അമ്മച്ചിയും ചേർന്നാണ് വളർത്തിയത്. ഞങ്ങൾ കൂട്ടുകുടുംബമായിട്ടാണ് ഇവിടെ ജീവിച്ചത്. ഇവിടെ ഞാൻ ജനിക്കുന്നതിന് മുന്നേ ഇപ്പോഴത്തെ മൂവാറ്റുപുഴ രൂപതയുടെ രൂപതാധ്യക്ഷൻ തെഡോഷ്യസ് പിതാവ് സെമിനാരിയിൽ ചേർന്നിരുന്നു. ആ സമീപ കാലയളവിൽ തന്നെ സിസ്റ്ററും മഠത്തിൽ ചേർന്നിരുന്നു. പക്ഷെ ബാക്കിയുള്ള എൻ്റെ പിതാവിൻ്റെ സഹോദരങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് വലിയ പ്രായവ്യത്യാസമൊന്നുമില്ലാതെ ഈ കുടുംബത്തെ ഈ ആയിരിക്കുന്ന ഭവനത്തിലാണ് ഞങ്ങൾ വളർന്നത്. പക്ഷെ ഞങ്ങളുടെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ ഒരു പ്രത്യേകത, മക്കളെക്കാൾ കൂടുതൽ കരുതലോടുകൂടിയിട്ടാണ് ഞങ്ങളോട് എപ്പോഴും പെരുമാറിയിട്ടുള്ളത്. പ്രാർത്ഥിക്കാനും ജീവിതത്തിലെ ഒത്തിരി നല്ല മൂല്യങ്ങൾ ഞങ്ങൾക്ക് എപ്പോഴും പകർന്നു തരാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. ജീവിതത്തിൻ്റെ പല മേഖലകളിൽ പലയിടത്ത് പഠിക്കാൻ പോയിട്ടും പല സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യാൻ പോയിട്ടും ഇപ്പോഴേ ചെയ്യുന്ന പ്രവർത്തന മേഖലകളിലൊക്കെ ആരെങ്കിലും ഞങ്ങളെപ്പറ്റിയൊക്കെ എന്തെങ്കിലും നന്മ പറയുന്നെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ ക്രെഡിറ്റ് എൻ്റെ അപ്പച്ചനും എൻ്റെ വല്യപ്പച്ചനും വല്യമ്മച്ചിക്കുമാണ്. ജീവിതത്തിൻ്റെ ഏതെങ്കിലും തെറ്റായ പ്രലോഭനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പോലും ഇവർ തന്നിട്ടുള്ള ശാസനകൾ, ഇവർ തന്നിട്ടുള്ള തിരുത്തലുകൾ ഇപ്പോഴും എന്നെ പ്രത്യേകിച്ച് ഞങ്ങളെ കൊച്ചുമക്കളെയൊക്കെ നയിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഞങ്ങൾക്ക് പരാജയപ്പെടേണ്ടി വന്നിട്ടില്ല. ദൈവാശ്രയത്തിൽ വളരണമെന്ന് ഞങ്ങളെ എപ്പോഴും പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്. എൻ്റെ പേര് ജൊസീന മേരി ജോസ്. ഞാൻ ഈ കൊച്ചുകുണ്ടി കുടുംബത്തിലെ 5ാമത്തെ മകളുടെ മകളാണ്. എന്നെ സംബന്ധിച്ച് ഈ കുടുംബത്തിൽ ദൈവം എനിക്ക് ജന്മം നൽകിയത് ആലോചിക്കുമ്പം ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾക്ക് അപ്പച്ചനെ പറ്റി പറയുകയാണെങ്കിൽ അപ്പച്ചനാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയാം. ഇപ്പം ഞങ്ങൾ ഒരു ഏത് നല്ല കാര്യത്തിന് ഒരുങ്ങിയാലും ആദ്യം ഞങ്ങൾ അനുവാദം ചോദിക്കുന്നത്
ദൈവം തമ്പുരാനോടാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമത് അനുവാദം ചോദിക്കുന്നത് അപ്പച്ചൻ്റെ അടുത്താണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ ആർക്കും കിട്ടാത്ത ഒരു വലിയ ഭാഗ്യമാണ് ഞങ്ങൾ ഈ ഇരിക്കുന്ന കൊച്ചുമക്കൾക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് ഞങ്ങൾക്ക് വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കാനുണ്ട്. അതായത് ഞങ്ങളിപ്പോൾ ഏത് ദുഃഖത്തിലായാലും എന്തെങ്കിലും പ്രയാസത്തിലായാലും ഞങ്ങളുടെ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് ഒരാൾ പ്രാർത്ഥിക്കാനുണ്ട് എന്നൊരു ആത്മവിശ്വാസമാണ്, ഞങ്ങളുടെ ആ സ്ട്രെങ്താണ് ഞങ്ങളുടെ അപ്പച്ചനെന്ന് പറയുന്നത്. എൻ്റെ പേര് ജിയോൺ ജിനോ. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കൊച്ചുത്തുണ്ടിൽ കുടുംബത്തിനെ കുറിച്ചാണ്. അതും കർത്താപ്പച്ചനെ കുറിച്ച്. കർത്താപ്പച്ചൻ എപ്പോഴും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങൾക്ക് മിഠായി എപ്പോഴും തരാറുണ്ട്. കർത്താപ്പച്ചൻ എപ്പോഴും എൻ്റെ കർത്താവേ എന്നാണ് പറയാറ്. അതുകൊണ്ട് ആണ് ഞങ്ങൾ എല്ലാവരും കർത്താപ്പച്ചൻ എന്ന് വിളിക്കുന്നത്. താങ്ക് യു. എൻ്റെ പേര് ജോസിയ. ഞാൻ ഈ കുടുംബത്തിലെ 5ാമത്തെ മകളുടെ ഏറ്റവും ഇളയ മകളാണ്. എനിക്ക് അപ്പച്ചനും അമ്മച്ചിയും പറ്റി പറയാനാണെങ്കിൽ, അമ്മച്ചി മരിക്കുന്നത് എൻ്റെ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അതുപോലെ അപ്പച്ചനും എപ്പോഴും എന്നെ പറ്റി പറയും ഭാഗ്യമുള്ള. ഇപ്പം ഞാൻ എന്ത് ടെൻഷൻ അടിച്ചിട്ട് ഏത് പരീക്ഷയ്ക്ക് പോയാലും ആദ്യം ഞാൻ അപ്പച്ചനെ വിളിക്കുന്നത്. അപ്പോൾ അപ്പച്ചൻ പറയും, എടി നീ ജയിക്കും, നീ പ്രാർത്ഥിച്ചാൽ മതി, പഠിക്കുന്നതിലുപരി നീ പ്രാർത്ഥിച്ചാൽ മതി, നീ ഉറപ്പായിട്ടും ജയിക്കും. അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് ഒന്നും അറിയാത്ത പരീക്ഷയാണെങ്കിൽ പോലും നമ്മൾ എന്തെങ്കിലും എഴുതും. ആ പരീക്ഷ എഴുതാതെ നമ്മൾ വരുത്തൂല. ഉറപ്പായിട്ടും തിരിച്ചു വന്ന് ആ പരീക്ഷ നന്നായി എന്ന് പറയുന്നവരെ അപ്പച്ചൻ ആ ഫോൺ വിളിക്ക് വേണ്ടി കാത്തിരിക്കുക. എൻ്റെ പേര് തോമസ് മലഞ്ചിരുവിൽ, എല്ലാവരും ബോബി അച്ഛൻ എന്ന് വിളിക്കും. വളരെ അവിചാരിതമായിട്ടാണ് ഇന്ന് ഈ കുടുംബത്തിലേക്ക് കടന്നു വന്നത്. കൊച്ചുതുണ്ടിൽ കുടുംബം എനിക്ക് വളരെയധികം അടുപ്പമുള്ളൊരു കുടുംബമാണ്. എന്ന് പറഞ്ഞാൽ ഈ കുടുംബത്തിലെ അപ്പച്ചൻ അമ്മച്ചി വളരെ സ്നേഹം എന്നോട് കാണിച്ചിട്ടുണ്ട്. പല കാരണമുണ്ട്. ഒന്നാമതായിട്ട് ഞാൻ ഒരു കൊച്ചച്ഛനായിട്ട് എൻ്റെ ശുശ്രൂഷ 2001 തുടങ്ങുമ്പോൾ, 2000 ജൂബിലിയിൽ പട്ടം കിട്ടി. 2001 ജനുവരിയിൽ ഇവിടെ വരുമ്പോൾ അമ്മച്ചി ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഈ കുടുംബത്തിൽ ഒത്തിരി സ്വാതന്ത്ര്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പല കാരണമുണ്ട്. ഒന്നാമത്തെ കാരണം, ഇവിടുത്തെ മകനായ അഭിവന്യ തിയോഡോഷ്യസ് പിതാവ് എൻ്റെ പ്രൊഫസറാണ്. സെമിനാരിലെ കാനൻ ലോ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. കൊച്ചച്ഛൻ ജോൺസൺ കൊച്ചുതുണ്ടിൽ അച്ഛൻ ഞങ്ങൾ ഒരുമിച്ച് സെമിനാരിയിൽ പഠിച്ചവരാണ്. ഒരേ വേദിയിൽ വെച്ച് പട്ടം വാങ്ങിച്ചവരാണ്. സിസ്റ്റർ കരുണ ഞങ്ങളിപ്പോൾ ഒരുമിച്ച് ഇറ്റലിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പം അങ്ങനെ പലവിധ തരത്തിലുള്ള ബന്ധം ഉള്ളതുകൊണ്ട് ഇവിടേക്ക് വരാനുള്ള സ്വാതന്ത്ര്യം. ഈ അപ്പച്ചനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വരുമ്പോൾ ആരോഗ്യമുള്ള സമയമാണ്. അത് പള്ളി വരുമ്പോൾ ഞാൻ കൊച്ചച്ഛനാണെങ്കിൽ പോലും വളരെ ഭയഭക്തി ആദരവോടുകൂടിയാണ് അച്ഛനോട് സംസാരിക്കുന്നത്. അച്ഛന്മാരെ വളരെ ബഹുമാനത്തോടെ കാണുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ സ്നേഹിക്കുവാനും ഒക്കെ ഈ കുടുംബം ഒത്തിരി പരിശ്രമിച്ചിട്ടുണ്ട്. ഈ പ്രിയപ്പെട്ട അപ്പച്ചൻ്റെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി നന്മകൾക്ക് കാരണമായിട്ടുണ്ട് എന്നത് ഈ അവസരത്തിൽ ഞാൻ ഏറ്റവും നന്ദിയോടെ അനുസ്മരിക്കുക. ഈ ഇടവകയുടെ പുതുശ്ശേരി ഭാഗം സെൻറ് ജോൺസ് മലങ്കര കത്തോലിക്ക ഇടവക പള്ളിയുടെ ഇടയൻ ഫാദർ അജോ കളപ്പുരയ്ക്കൽ ഈ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ മനസ്സ് നിറയുകയാണ്. അത്രമാത്രം ഒരു വെളിച്ചമായി ഇടവകയ്ക്ക് തീരുന്ന ഒരു കുടുംബമാണ്. ആ അച്ഛൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. ദൈവ കൃപ നിറഞ്ഞ ഒരു കുടുംബമാണ് കൊച്ചുതുണ്ടിലെ കുടുംബം. ഒത്തിരി ത്യാഗത്തിലൂടെ കഷ്ടപ്പാടുകളിലൂടെ തമ്പുരാനെ മാത്രം ആശ്രയിച്ച് ദൈവത്തിൽ ശരണം വെച്ച് വളർന്നു വന്ന, ദൈവം വളർത്തിയ ഒരു കുടുംബമാണ്. എളിമയുള്ള ഒരു കുടുംബം എന്ന് എനിക്ക് ഹൃദയത്തിൽ തൊട്ട് പറയാൻ കഴിയും. അഭിവന്യ പിതാവും ബഹുമാനപ്പെട്ട ജോൺസൺ കൊച്ചുതുണ്ടിൽ അച്ഛനും ഏറ്റവും സ്നേഹ ബഹുമാനപ്പെട്ട കരുണാ സിസ്റ്ററും ഒക്കെ എനിക്ക് വ്യക്തിപരമായി നൽകുന്ന പ്രാർത്ഥനയും സപ്പോർട്ടും വലുതാണ്. പുതുശ്ശേരി ഭാഗം ഇടവകയിൽ ഇത്രയും പ്രായമുള്ള മറ്റൊരപ്പച്ചനില്ല. വിശുദ്ധ കുർബാന കൊടുക്കാനായിട്ട് എല്ലാ ആഴ്ചയും ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ അപ്പച്ചൻ ഈ ബൈബിൾ എന്നെ കാണിക്കും. അച്ഛാ, ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വരെ വായിച്ച ഇത്രയും ഭാഗമാണ്. ഒരു പെൻസിൽ കൊണ്ട് തൻ്റെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന വചനങ്ങളെ അത് വരച്ചിട്ട് അത് ഹൃദയസ്ഥമാക്കുന്ന ഒരപ്പച്ചൻ. നമുക്ക് മാതൃകയാക്കാവുന്ന ദൈവകൃപ നിറഞ്ഞ ദൈവാശ്രയമുള്ള ഒരു കുടുംബമാണ് കൊച്ചുതുണ്ടിൽ കുടുംബം. നമ്മുടെ സഭയ്ക്കും ഈ ലോകത്തിനും ഈ കുടുംബം നൽകുന്നതായ ദൈവിക സാക്ഷ്യം, സുവിശേഷ സാക്ഷ്യം, പ്രത്യേകിച്ച് ദൈവവിളികളാൽ സമ്പന്നമായ ഈ കുടുംബത്തിൽ നിന്ന് ഈ ലോകത്തിലേക്ക് പ്രസരിക്കുന്ന തമ്പുരാൻ്റെ സുവിശേഷം, അത് ഇനിയും കൂടുതൽ പ്രസരിക്കട്ടെ, സഭയ്ക്ക് അനുഗ്രഹമാകട്ടെ. നമ്മുടെ
ഈ കുടുംബം, കൊച്ചുതുണ്ടിൽ കുടുംബം മറ്റു കുടുംബങ്ങൾക്ക് മാതൃകയാകട്ടെ. പ്രാർത്ഥിക്കത്തിലായ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന, അവഗണിക്കുന്ന മക്കൾക്ക് ഈ പ്രിയപ്പെട്ട അപ്പച്ചനും മക്കളും അവരുടെ നല്ല പ്രവർത്തികളും മാതൃകയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ചേർന്ന തന്ത്രികൾ മീട്ടും സംഗീതം, കുടുംബത്തിലെ ഒന്നിച്ചുള്ള പ്രാർത്ഥനയും തീന്മേശയിലെ പങ്കുവയ്പും എല്ലാം ഈ കുടുംബത്തിലെ ഐക്യം വളർത്തുന്നു. ഇതാണ് കൊച്ചുതുണ്ടിൽ ഫിലിപ്പോസ് ഗീവർഗീസ് ഉണ്ണുണ്ണിയുടെ കുടുംബം സമൂഹത്തിനും ക്രൈസ്തവ കുടുംബങ്ങൾക്ക് നൽകുന്ന മാതൃക. ദൈവം തൊട്ടനുഗ്രഹിച്ച കുടുംബമാണ് കൊച്ചുതുണ്ടിൽ ഉണ്ണുണ്ണിച്ചേട്ടൻ്റെ ഈ കുടുംബം. ദൈവം ഇവിടെ വസിക്കുന്നു എന്നതിൻ്റെ വലിയ അനുഭവമാണ്, സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുടെ ഒക്കെ ഈ അനുഭവം. പൂർവ്വപിതാവായ അബ്രാഹാം ദൈവത്തിന് ആതിഥേയത്വം നൽകിയതിലൂടെ ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു. ഇതുപോലെ തന്നെ ദൈവ സാന്നിധ്യം ഉള്ള ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യം ഇവിടുത്തെ മാതാപിതാക്കന്മാരാണ്. ഈ നല്ല പിതാവും ജീവിത പങ്കാളി 11 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുവെങ്കിലും ഇന്നും 107 വയസ്സിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വചനം വായിച്ച് വിശ്വാസ ജീവിതത്തിലും പ്രാർത്ഥനാ ജീവിതത്തിലും മക്കളെ വളർത്തിയെടുത്തതിൻ്റെ വലിയ നന്മ ഈ കുടുംബത്തിൻ്റെ സവിശേഷതയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ദൈവം 3 മക്കളെ ദൈവിക ശുശ്രൂഷയ്ക്കായി തെരഞ്ഞെടുത്തു എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും വലിയ ശ്രേഷ്ഠമായ മാതാപിതാക്കന്മാരുടെ ജീവിതത്തിൻ്റെ വ്യക്തമായ ഉദാഹരണമാണത്. നമ്മളൊക്കെ കണ്ടുപഠിക്കേണ്ട മാതൃകയാണ് നമ്മുടെ മുമ്പിൽ വെളിച്ചമായി തീരുന്ന ഈ കുടുംബം. മക്കൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഈ നല്ല പിതാവിനും മക്കൾക്കും പേരക്കുട്ടികൾക്കും 28 പേരടങ്ങുന്ന ഈ നല്ല കുടുംബത്തിന് ഗുഡ്നസ് ടിവിയുടെ ഒരു സ്നേഹ സമ്മാനം ഒത്തിരി സന്തോഷത്തോടെ നൽകുന്നു. ഇതോടുകൂടി മധുരം ജീവിത സായാഹ്നം എന്ന ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച നല്ലൊരു കുടുംബത്തിന്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. മധുരം. ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 6-ാം വാക്യം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി VC, ഫോൺ 9847719190.
ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ 8111848719.